ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ആവറേജ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അതിന് കുറച്ചും കൂടി അഡീഷണൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ പുതിയ കുട്ടികളായതുകൊണ്ട് ഏറ്റവും ബേസിക് ലെവലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇപ്പം തുടക്കത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ പോകെ വീണ്ടും നമ്മൾ റിവൈസ് ചെയ്ത് പഠിക്കും. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, ബേസിക് ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കാം. എക്സാമിനൊക്കെ ചോദിക്കുന്ന ലെവലാണ്, പക്ഷേ കുറച്ച് സിമ്പിൾ ലെവലാണ്, പ്രിലിമിനറി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ. എന്തായിരുന്നു ഇവിടുത്തെ ക്വസ്റ്റ്യൻ? ദി ആവറേജ് ഓഫ് 40 number ഈസ് 30. ഇഫ് two numbers 43 and 55 are discarded, then the average of remaining number. ഒരു 40 നമ്പർ ഉണ്ടായിരുന്നു. ആ 40 നമ്പറിന്റെ ആവറേജ് 30 ആണ്. നമുക്കറിയാം റാൻഡമായിട്ട് കുറെ നമ്പേഴ്സ് ഉണ്ടായിരുന്നു 40. അതിന്റെ ആവറേജ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയായിരുന്നു? 30. നമ്മളിതിൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഈ 40 നമ്പറും എത്രയാണ്? 30 ആണ്. എല്ലാം 30 ആയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എളുപ്പത്തിന് വേണ്ടി. അപ്പം ഈ 40 നമ്പർ എത്രയാണ്? 30 ആണ്. അങ്ങനെ ഇരുന്നപ്പോൾ പക്ഷെ അതിനകത്ത് പറയുകയാണ് ഒരു 43 നമ്പറും ഒരു 55 നമ്പറും ഡിസ്കാർഡ് ചെയ്തു വെച്ചാൽ എലിമിനേറ്റ് ചെയ്തു. 2 നമ്പേഴ്സ് എലിമിനേറ്റ് ചെയ്തു. അങ്ങനെ ആ 2 നമ്പേഴ്സ് എലിമിനേറ്റ് ചെയ്താൽ ബാക്കിയുള്ള നമ്പറിന്റെ ആവറേജ് എത്ര? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മൈൻഡിൽ വേണമെങ്കിൽ ചെയ്യാം. ഇത് മനസ്സിലാകാത്തവർക്ക് അല്ലെങ്കിൽ ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടോ സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലെന്ന് വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് 2 നമ്പർ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള നമ്പറിന്റെ ആവറേജ്. അപ്പം നമുക്കറിയാം എന്ത് ചെയ്താൽ മതി. നമ്മൾ സാധാരണ ട്രഡീഷണൽ മെത്തേഡ് എന്താ ചെയ്യുന്നത്? നമുക്കൊരു ആവറേജ് അറിയാം, നമ്പർ അറിയാം. ആവറേജ് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സം കിട്ടും. ഞാൻ ആദ്യം ആ ട്രഡീഷണൽ മെത്തേഡ് ചെയ്യാം, അതല്ലാണ്ട് വേറൊരു മെത്തേഡിലും കൂടെ ചെയ്യാം. അപ്പോൾ ഇതിന്റെ സം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ സം കണ്ടുപിടിക്കാൻ നമുക്ക് ആവറേജ് അറിയാം. ആവറേജ് എത്രയായിരുന്നു? 30 ആയിരുന്നു. അതിന്റെ കൂടെ എന്ത് മൾട്ടിപ്പിൾ ചെയ്താൽ മതി? അതിന്റെ നമ്പർ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. നമ്പർ എത്രയായിരുന്നു? 40 ആയിരുന്നു. അപ്പൊ 40 × 30 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ടോട്ടൽ സം കിട്ടും. എങ്കിൽ എത്രയായിരിക്കും സം? 3 × 4 12 കിട്ടും. 2 0. നമ്മൾ അങ്ങനെ ചെയ്ത് ശീലിക്കണം കേട്ടോ. നമ്മളെന്ത് ആദ്യം നമ്പർ മാത്രം മൾട്ടിപ്പിൾ ചെയ്യുന്നു. 3 × 4 നമുക്കറിയാം എത്ര കിട്ടും? 3 × 4 12 ആണ്. ഇവിടെ ഒരു 0 × ഇവിടെ ഒരു 0 മീൻസ് 10 എന്നല്ലേ? 10 × 10 മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. അതായത് 2 zeros മൾട്ടിപ്പിൾ ചെയ്താൽ ഇവിടെ റൈറ്റ് സൈഡ് 0 ഉണ്ട്, ഇവിടെയും റൈറ്റ് സൈഡിൽ ഒരു 0 ഉണ്ട്. അപ്പം 0 ആകുമ്പോൾ 2 0 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 2 0 ആണെങ്കിലോ 4 0 വരും. അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് സം കിട്ടി 1200. അതവിടെ നിൽക്കട്ടെ. ഇതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ടോട്ടൽ അവരുടെ സം. ആ സമ്മിൽ നിന്നും 2 പേർ പോയി. അപ്പൊ 2 പേർ പോയാൽ ഇവരുടെ സം എടുത്തതിൽ കുറച്ചാൽ പോരെ? റിമൈനിങ് സം കിട്ടും. ഡിവൈഡഡ് ബൈ 40 ചെയ്യണോ അതോ 38 ചെയ്യണോ? അതാണ് ചെറിയ കുറച്ച് ഡൗട്ട് വരുന്നത്, ചെറിയ തെറ്റിപ്പോകുന്നത്. നമ്മളിതൊക്കെ ചെയ്യും, ഇതേ മൈനസ് ഈ നമ്പറൊക്കെ എടുക്കും. പക്ഷെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ 40 തന്നെ ചെയ്യും അറിയാതെ. നമുക്കിനി 40 പീപ്പിൾ ഇല്ല, 40% ഇല്ല. അവരിൽ നിന്ന് എത്ര പേര് പോയി? 2 പേര് എലിമിനേറ്റ് ആയി. ബാക്കി എത്രയേ ഉള്ളൂ? 38 ആൾക്കാരേ ഉള്ളൂ. എങ്കിൽ അവരുടെ മാത്രം എന്തെടുത്താൽ മതി? അവരെ എടുത്താൽ മതി. റിമൈനിങ് നമ്പറിന്റെ അല്ലേ ആവറേജ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ റിമൈനിങ് ആരുണ്ട്? 40 ഉണ്ടായിരുന്നു, 2 പീപ്പിൾ എലിമിനേറ്റ് ആയി. ബാക്കി എത്ര പേരുണ്ട്? 38 പേരുണ്ട്. ആ 38 പേരുടെ ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. ഈസിയാണ്, നോക്കാം. എങ്കിൽ നമുക്ക് റിമൈനിങ് സം കണ്ടുപിടിക്കാൻ അത് 2 പേര് പോയതിനു ശേഷമുള്ള സം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 1200 നിന്നും എത്ര കുറച്ചാൽ മതി? എത്ര കുറയ്ക്കണം? 43 + 55 കുറയ്ക്കണം. അതായത് മൊത്തമുള്ള സമ്മിൽ നിന്നും പുറത്തേക്ക് പോരെ ഒഴിവാക്കിയാൽ ബാക്കിയുള്ളവരുടെ സം കിട്ടില്ലേ? നമുക്ക് എത്രയാണെന്ന് നോക്കാം. 43 + 55 എത്ര കിട്ടും? 5 + 3 8 കിട്ടും. 4 + 5 9 കിട്ടും. ഒരു 98 കുറച്ചാൽ മതി. അപ്പൊ 1200 നിന്ന് 98 കുറച്ചാൽ മതി. എങ്ങനെയാ 1200 നിന്ന് 98 കുറയ്ക്കാൻ? 1200 നിന്ന് ഒരു 100 കുറയ്ക്കുന്നു. 1200 നിന്ന് 100 കുറച്ചാൽ എത്ര കിട്ടും? 1100 കിട്ടും. പക്ഷേ 1100 അല്ല, 98 അല്ല നമുക്ക് കുറയ്ക്കേണ്ടത്. അല്ല, 100 അല്ല കുറയ്ക്കേണ്ടത്. നമുക്ക് എത്രയാണ്? 98. പക്ഷെ നമ്മൾ 100 കുറച്ചു. എങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു 2 ആഡ് ചെയ്താൽ പോരെ? 98 കുറയ്ക്കുന്നതിന് പകരം നമ്മൾ 100 കുറച്ചിട്ട് ഒരു 2 ആഡ് ചെയ്താൽ പോരെ? അതിന്റെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലായോ? പെട്ടെന്ന് ചെയ്യാനായിട്ട്, മൈൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ 1200 നിന്ന് 100 കുറച്ചു. അപ്പൊ അത്ര 1100 ആയി. പ്ലസ് ഒരു 2 ചെയ്തു, 1102 കിട്ടി. അതായത് 100 കുറച്ചു, ഒരു 2 കൂട്ടി. എന്തിനു പകരം? 98 കുറയ്ക്കുന്നതിന് പകരം. അപ്പൊ റിമൈനിങ് സം നമുക്ക് കിട്ടി. എത്രയായിരുന്നു? 1102 കിട്ടി. ഇനി നമുക്ക് ഇവരുടെ ആവറേജ് കണ്ടുപിടിക്കണം. ഇവരുടെ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് നമുക്ക് റിക്വയർഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ റിക്വയർഡ് ആവറേജ് എത്ര കിട്ടും? ഈ പറയുന്ന 1102ന്റെ ഡിവൈഡഡ് ബൈ ഇനി റിമൈനിങ് നമ്പർ എത്ര പേരേ ഉള്ളൂ? 38 പീപ്പിളേ ഉള്ളൂ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. ബാക്കി എത്ര പേരുണ്ടായിരുന്നു? 40 പേരുണ്ടായിരുന്നു. അതിൽ 2 പേര് പോയി. ആ പോയ ആൾക്കാരുടെ സം നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കുറച്ചു. എന്നിട്ട് ബാക്കിയുള്ളവരുടെ നമുക്ക് എന്ത് ചെയ്യാം?
38 ആൾക്കാരുടെ ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് സം അറിയാം, നമ്പർ അറിയാം. ആവറേജ് കണ്ടുപിടിച്ചൂടെ? ആവറേജ് എത്ര കിട്ടും നോക്കാം. 1102 ഡിവൈഡ് ബൈ 38. എങ്ങനെ ചെയ്യാം? എത്രയായിരുന്നു ചെയ്യേണ്ടത്? 1102 ഡിവൈഡഡ് ബൈ 38. നമ്മൾ സാധാരണ എങ്ങനെ 1102 ഡിവൈഡ് ബൈ 38 ചെയ്യുന്നത്? നമുക്ക് 38 ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 40 ചെയ്താൽ മതി. അപ്പം നമുക്ക് നോക്കാം. 1102 ഡിവൈഡഡ് ബൈ, നമ്മൾ സാധാരണ ഇങ്ങനെയല്ലേ ചെയ്യാറ്? 38 എന്നല്ലേ ചെയ്യാറ്? ഡിവിഷൻ ചെയ്യാൻ എളുപ്പം. നമുക്ക് 38ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ അതിനെ 40 ആയിട്ട് വിചാരിച്ചാൽ മതി. 40 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. അപ്പോൾ 40 ആയിട്ട് വിചാരിച്ചാൽ അതിൽ ആ 0 നമുക്ക് ഒഴിവാക്കില്ല, ഒരു 4 മാത്രം വന്നില്ലേ? ഇനി നമുക്ക് എളുപ്പമല്ലേ? അതായത് 38നെ ഞാൻ എന്തായിട്ട് വിചാരിച്ചു? 40 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തു. 40 ആവുമ്പോൾ 40യുടെ മൾട്ടിപ്പിൾ എടുക്കാൻ നമുക്ക് 4ന്റെ മൾട്ടിപ്പിൾ എടുത്ത് ഒരു 0 കൊടുത്താൽ പോരെ? അപ്പോൾ നമ്മളിവിടെ 4ന്റെ ചെയ്യുന്നു. ഈ 1102വിനകത്ത് നമ്മൾ 40യുടെ മൾട്ടിപ്പിൾ എത്രയുണ്ട് നാം കണ്ടുപിടിക്കേണ്ടത്. അപ്പം 40ക്ക് വരെ നമ്മൾ എന്ത് ചെയ്താൽ നോക്കിയാൽ മതി? 4ന്റെ നോക്കിയാൽ മതി. 4ന്റെ മൾട്ടിപ്പിൾ എപ്പോഴാണ് 11ൽ വരുന്നതെന്ന്. 4 × 2 8 ആയി, 4 × 3 12 ആയി. പക്ഷെ 3 ടൈംസ് വരുമോ? ഇല്ല, 2 ടൈംസേ വരുള്ളൂ. അപ്പോൾ എടുക്കാൻ എളുപ്പമായില്ലേ? അപ്പോൾ 2 ടൈംസ് 40 ചെയ്താൽ നമുക്ക് 80 കിട്ടും. അപ്പോൾ ഉറപ്പായിട്ട് 2 ടൈംസ് 38 ചെയ്ത് നോക്കിയാൽ മതി. എങ്ങനെയാണ് 2 ടൈംസ് 38 ചെയ്യുന്നത്? 8 × 2 16 കിട്ടും, റിമൈൻഡർ 1. 2 × 3 6 കിട്ടും, റിമൈൻഡർ 1 കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 7 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ 38 × 2 ചെയ്താലും മതി. 38 × 2 എത്ര കിട്ടും? 76 കിട്ടും. ഇനി 110ൽ നിന്നും 76 കുറയ്ക്കണം. നമുക്കറിയാം അതൊക്കെ. 6 + 4 10 കിട്ടി, റിമൈൻഡർ 1 8 ആയി. 8 + 3 11 ആയി. അപ്പോൾ 34 വന്നു. നമുക്ക് 4 കൂടി ഉണ്ടായിരുന്നു, നമുക്ക് 38 ഡിവൈഡ് ചെയ്യായിരുന്നു, കുഴപ്പമില്ല. ഇനി നമുക്ക് എത്രയാണ്? ബാക്കി ഒരു 2 താഴേക്ക് വന്നു. 342 338. എന്നാലോചിച്ച് നോക്കി. 380 ആയിരുന്നെങ്കിൽ 10 ടൈംസ് ആയിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഈ പറയുന്ന 38ന്റെ 10th മൾട്ടിപ്പിളിന് തൊട്ട് അടുത്ത് കിടക്കുന്ന നമ്പർ ആയിരിക്കും ഇത്. അല്ലെങ്കിൽ 82 ആവാൻ 4 ടൈംസ് വരുമെങ്കിൽ 4 ആണെന്ന് വിചാരിക്കരുത് 2. നമുക്ക് 82 ആകാൻ ഒരു 9 ടൈംസ് വരും. 9 × 8 എത്ര കിട്ടും? 72 കിട്ടും. അപ്പോൾ അവിടെയും നമുക്ക് നോക്കണം. അങ്ങനെയൊക്കെ ഓർത്ത് ചെയ്യണം. 2 ലാസ്റ്റ് ഡിജിറ്റ് 8ന് എത്ര മൾട്ടിപ്പിൾ ആകുമ്പോൾ കിട്ടും എന്ന് നോക്കിയാൽ പോരെ? നമുക്ക് അങ്ങനെയുള്ള റൗണ്ട് ഫിഗർ മിക്കവാറുള്ള എക്സാമിനൊക്കെ ചോദിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ വേഗം ആൻസർ കിട്ടും. അതായത് ഇനി നമുക്ക് കിട്ടേണ്ട 8ന്റെ മൾട്ടിപ്പിൾ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് കിട്ടണം? 2 കിട്ടണം. കറക്റ്റായിട്ട് മൾട്ടിപ്പിൾ ചെയ്ത് പോകുന്നതാണെങ്കിൽ, ഡിവിഷൻ ചെയ്ത് പോകുന്നതാണെങ്കിൽ, എങ്കിൽ 8ന്റെ ഏത് മൾട്ടിപ്പിൾ ആയിരിക്കും 2 ആവുക? 8 × 9. 8 × 9 എത്ര കിട്ടും? 72 കിട്ടും. 7 റിമൈൻഡർ. ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? 9 × 3 27 കിട്ടും. 27 + 7 34. നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് പോകും. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 29 കിട്ടി. അതായത് ഇവരുടെ ആവറേജ് നമുക്ക് എത്ര കിട്ടും? 29 എന്ന് കിട്ടും. അതായത് റിമൈനിങ് ആവറേജ് നമുക്ക് എത്ര കിട്ടി? 29 എന്ന് കിട്ടി. അപ്പം ഇത്രയും കാര്യമേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാനായിട്ട്. അതായത് ഈ പറയുന്ന 40 പീപ്പിളിന്റെ ആവറേജ് 30 ആയിരുന്നു. അതിൽ 2 പേർ എലിമിനേറ്റ് ചെയ്തു, ഡിസ്കാർഡ് ചെയ്തു. എങ്കിൽ ബാക്കിയുള്ളവർ ആവറേജ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം അവരുടെ സം കണ്ടുപിടിക്കുക. പിന്നെ സമ്മിൽ നിന്നും എലിമിനേറ്റ് ആയി പോയവരുടെ സം കുറയ്ക്കുക. അപ്പോൾ നമുക്ക് റിമൈനിങ് സം കിട്ടും. ആ റിമൈനിങ് സമ്മിൽ നിന്നും ആ റിമൈനിങ് പീപ്പിൾ എത്ര പേരാണ് പോയത് അത് കഴിച്ചിട്ടുള്ള ബാക്കിയുള്ളവരുടെ നമ്പർ എടുത്ത് ആവറേജ് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ ആയി. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഈ രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഇതല്ലാണ്ട് നമുക്ക് ഒരു മെത്തേഡിൽ കൂടി, കുറച്ചും കൂടി എളുപ്പമായിട്ട് ഒരു മെത്തേഡിൽ കൂടി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അതെന്താണെന്ന് നോക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ മെത്തേഡ് എളുപ്പമാണ്, പക്ഷെ കുറച്ചും കൂടി ഇത്രയും സമയം എടുക്കാണ്ട് തന്നെ നമുക്ക് ആൻസർ എങ്ങനെ എത്തിക്കാൻ നോക്കാം. അതായത് നോക്കിയേ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു 40 നമ്പർ ഓഫ് നമ്പേഴ്സിന്റെ ആവറേജ് 30 ആയിരുന്നു. അതിൽ നിന്ന് 2 നമ്പർ 43ഉം 55ഉം എലിമിനേറ്റ് ചെയ്താൽ ബാക്കിയുള്ളതിന്റെ ആവറേജ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ മുമ്പേ കഴിഞ്ഞ ക്ലാസ്സുകളിലെ ഇതിന് എളുപ്പവഴി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ആവറേജ് 30 ആണെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കണം? എല്ലാ നമ്പേഴ്സും എത്രയാണെന്ന് വിചാരിക്കണം? 30 ആണെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? അതായത് ഒരു 43ഉം 55 പുറത്തേക്ക് പോയത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എളുപ്പവഴി ഒരു എക്സ്ട്രാ കാര്യം പറയാം. ഈ പുറത്തേക്ക് പോയവർ 2 പേരും 30 ആണെന്ന് വിചാരിക്കും. അതായത് ആദ്യം പോയ ആൾ 30 ആയിരുന്നു, രണ്ടാമത് പോയ ആൾ 30 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആവറേജ് എന്ത് ചേഞ്ച് സംഭവിക്കും? എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുമോ? ഇല്ല. അപ്പോൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. 30 ഉള്ള ആളായിരുന്നു പോയതെങ്കിൽ ഇവരുടെ ആവറേജിന് പ്രത്യേകിച്ച് ഒരു സംഭവം സംഭവിക്കുന്നില്ല. അത് എത്ര പേര് പോയാലും, 2 പേരായാലും 3 പേരായാലും. കാരണം എന്താ? ഇവർ ആവറേജ് ആൾറെഡി 30 ആണ്. അല്ലെങ്കിൽ എല്ലാവരുടെയും നമ്പേഴ്സ് എത്രയായിരുന്നു? 30 ആയിരുന്നു. അതിൽ നിന്ന് 2, 3, 4 പേര് പുറത്തേക്ക് പോയെന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ആവറേജിന് എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? ഇല്ല. കാരണം എല്ലാവരുടെയും 30 തന്നെയാണ്. ആ സെയിം നമ്പർ തന്നെയാണ് പുറത്തേക്ക് പോയത്. ആ ഒരു കൺസെപ്റ്റ് കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ
ഇവിടെ ഇനി എന്തൊക്കെ ചേഞ്ച് വരാം? ഇവിടെ ഒരു നമ്പർ പുറത്തേക്ക് പോയാലായിരുന്നു, ഒരു 43 അല്ലേ, അടുത്ത നമ്പർ എത്രയായിരുന്നു, 55 അല്ലേ? എങ്കിൽ ഇത് ഈ ആവറേജിനേക്കാൾ എത്ര കൂടുതലാണ് കുറവാണെന്ന് നോക്കിയാൽ മതി. അത്രയും മാത്രം നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. ആ ഒരു കൺസെപ്റ്റിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്ര പെതുക്കെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത്. എങ്കിൽ ഇത് ആവറേജിനെ വെച്ച് നോക്കുമ്പോൾ ഈ 43 എത്ര അധികമാണ്? ആവറേജ് എത്രയായിരുന്നു, 30 അല്ലേ? ഈ 30യെ വെച്ച് നോക്കുമ്പോൾ 43 എത്ര കൂടുതലാണ്? 30 + 13 43 കിട്ടിയില്ലേ? അപ്പൊ ഇവിടെ അധികം എക്സ്ട്രാ എത്രയുണ്ട്? ഒരു 13 നമ്പറുള്ള ആളായിരുന്നു ആദ്യം പോയത്. ആവറേജിനേക്കാൾ ഒരു 13 നമ്പറുള്ള ആളാണ് പുറത്തേക്ക് പോയത് എന്ന് വെച്ചാൽ നമുക്ക് അതിൽ എന്ത് മനസ്സിലാക്കണം? ഇത് ആവറേജ് 30യിൽ നിൽക്കണമെങ്കിൽ ഇയാൾക്ക് എക്സ്ട്രാ 13 ഉണ്ടെങ്കിൽ ഇതിനുള്ളിലുള്ള വേറെ ആർക്കോ ഒരാൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരു 13 കുറവാണ്. അല്ലെങ്കിൽ ഒന്നിലധികം പേർക്ക് ഈ 13+ പകരം എത്രയൊക്കെ ഒരു 13 നമ്പർ കുറവ് വരുന്നുണ്ട് എന്ന് മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ ഒരു +13 വേറെ ആൾക്കാർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറവുള്ളവർക്ക്. അതുകൊണ്ടല്ലേ ആവറേജ് 30ലേക്ക് വന്നത്. അത് കൺസെപ്റ്റ് നിർത്തുക. ഇവിടെ ഇത് കണക്കായിരുന്നു, ആവറേജ് 30 ആയിരുന്നു, പക്ഷെ ഇയാൾക്ക് എത്രയായി? 55 ഉണ്ട്. അപ്പൊ 30 + 25 അല്ലേ 55. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്ട്രാ 25ഉം ഇയാൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ആർക്കൊക്കെയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടായിരുന്നു അവർ ആവറേജ് എത്രയാക്കിയത്? 30 ആക്കിയത്. ആ ഒരു കൺസെപ്റ്റ് കിട്ടിയോ? ഈ പറയുന്ന 25ഉം ബാക്കിയുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് അവർ എന്താക്കിയത്? ആവറേജ് 30 ആക്കിയത്. അപ്പൊ ഈ പറയുന്ന 25 + 13 അധികം വന്ന നമ്പർ അല്ലേ? ബാക്കിയുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തോണ്ടിരുന്ന നമ്പർ അല്ലേ? അപ്പൊ ആ ഡിസ്ട്രിബ്യൂട്ട് കൊടുത്തതിനെല്ലാം പിടിച്ച് വാങ്ങിച്ചിട്ടല്ലേ അവർ പുറത്തേക്ക് പോയത്. അപ്പൊ അത്രയും നമ്പർ ബാക്കിയുള്ളവർക്ക് കുറവ് വന്നില്ലേ? അപ്പൊ ആ കുറവ് വന്ന നമ്പറിന്റെ ആവറേജ് കണ്ടുപിടിച്ചാൽ പോരെ? ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെയൊന്നും ചിന്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ആവറേജിൽ നിന്നും എത്ര അധികമുണ്ട് അല്ലെങ്കിൽ കുറവുണ്ടെന്ന് നമ്മൾ നോക്കുക. അതിന്റെ മീൻ എടുക്കുക. മനസ്സിലാക്കേണ്ട അത്രേ ഉള്ളൂ. ഇതിപ്പോ എത്ര ഉണ്ട്? ഒരു 13 കൂടുതലുണ്ട്, ഒരു 25 കൂടുതലുണ്ട്. എങ്കിൽ ഇതിന്റെ സം എത്ര കിട്ടും? 13 + 25 38 കിട്ടും. 5 + 3 8 കിട്ടും. 2 + 1 3 കിട്ടും. 38 കിട്ടും. അപ്പൊ 38 ആയിരുന്നു ഈ പോയവരുടെ അധിക നമ്പർ. ഇവരുടെ സം അല്ല ഞാൻ എടുക്കുന്നത്, ഇവരുടെ ആവറേജിനേക്കാൾ അധികം എത്രയുണ്ട്? ഒരു 38 അധികമുണ്ട്. എങ്കിൽ നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, നിങ്ങൾ കാണാൻ പഠിച്ചാലും കുഴപ്പമില്ല. ഈ എക്സ്ട്രാ ഉള്ള നമ്പറിന്റെ ആവറേജ് എടുത്താൽ അതായിരിക്കും റിക്വയർഡ് ആവറേജ്. അതായത് ഇവർക്ക് ഇപ്പോൾ അധികം ഒരു 38 ഉണ്ടായിരുന്നു. ഈ 38 ബാക്കിയുള്ളവരിൽ നിന്ന് പിടിച്ച് മേടിച്ചിട്ടല്ലേ അവർ കൊണ്ടുപോയത്. അപ്പൊ ആൾറെഡി ഈ ബാക്കിയുള്ളവർക്ക് ഒരു 38 നമ്പർ കുറവ് വന്നു. ഈ കുറവ് വന്ന് എന്താണെന്ന് മനസ്സിലായോ? അതായത് ആവറേജിനേക്കാൾ ഇവർക്ക് 13ഉം 25ഉം അധികം ഉണ്ടായിരുന്നു. ആ അധികമുള്ളത് ബാക്കിയുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നായിരുന്നു. അപ്പൊ അതിൽ നിന്നും കൂടി എടുത്തിട്ടല്ലേ ഇവർ പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ആൾറെഡി ഇവിടെ ഉള്ളവർക്ക് എത്ര കുറഞ്ഞു? ഒരു 38 നമ്പർ വാല്യൂസ് കുറവുണ്ട്. എങ്കിൽ ആ കുറവുള്ളത് വെച്ചിട്ട് അതിന്റെ ആവറേജ് കുറച്ചാൽ പോരെ? എങ്കിൽ ഈ കുറവുള്ളതിന്റെ ആവറേജ് എടുക്കാൻ ഇനി ബാക്കി ഇവിടെ എത്ര പേരുണ്ട്? 40 പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 പേര് പോയി. അപ്പൊ ബാക്കി എത്ര പേരുണ്ട്? 38 പേരുണ്ട്. അപ്പം ബാലൻസ് വന്നതിന്റെ ആവറേജ് എടുത്താൽ നമുക്ക് എത്ര ആവറേജ് കിട്ടും? ഒരു -1 ആവറേജ് കിട്ടും. അതായത് നേരത്തെ ഉള്ള ആവറേജിൽ നിന്നും ഇപ്പൊ എത്ര ആവറേജ് കുറച്ചാൽ മതി? ഒരു സിംഗിൾ 1 ആവറേജ് കുറച്ചാൽ അവരുടെ റിക്വയർഡ് ആവറേജ് കിട്ടും. അവർ റിക്വയർഡ് ആവറേജ് എത്ര കിട്ടും? നേരത്തെ എത്രയായിരുന്നു? 30 ആയിരുന്നു. ആ 30യിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഒരു 1 കുറച്ചാൽ റിക്വയർഡ് ആവറേജ് കിട്ടും. എത്ര കിട്ടും? 29. ഇതിനകത്ത് നമുക്ക് വലിയ അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ഒന്നുമില്ല. ജസ്റ്റ് ഈ ഡിഫറൻസ് മാത്രം എടുത്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറയാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, ഒരാൾ ഇവിടെ 43ഉം 55 അല്ലേ? ഒരു നമ്പർ ഞാൻ കുറച്ചു. അതായത് ഒരു നമ്പർ ഒരു 35ഉം ഒരു നമ്പർ ഒരു 25 ആണെന്നിരിക്കട്ടെ. ഇവർ രണ്ടുപേരുമാണ് പോയത്. ഒരാൾ 35 ഉള്ള ആൾക്കാർ പോയി, ഒരാൾ ഒരു 25 ഉള്ള ആൾക്കാർ പോയി. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എളുപ്പത്തിന് കാര്യം പറയുകയാണ്. ഈ 35 ഉള്ള ആളാണ് പോകുന്നതെങ്കിൽ അയാൾക്ക് ആവറേജിനേക്കാൾ അധികം എത്രയുണ്ട്? ഒരു 5 നമ്പർ ഉണ്ട്. 25 ഉള്ള ആളാണെങ്കിലോ ആവറേജിനേക്കാൾ ഒരു 5 നമ്പർ കുറവാണ്. എങ്കിൽ ഇവരുടെ സം എടുത്താൽ +5 -5 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. അതിന്റെ ആവറേജ് എടുത്താലും 0 വരുള്ളൂ. അപ്പൊ കൂട്ടാനോ കുറയ്ക്കാനായിട്ട് എക്സ്ട്രാ ആവറേജ് വല്ലതും ഉണ്ടോ? ഇല്ല. 2 പേര് പോയി, ഒരാളുടെ ആവറേജ് 35ഉം ഒരാളുടെ ആവറേജ് 25 ആണെങ്കിലും അങ്ങനെ പോയാൽ ഇത് ഒരു എക്സ്ട്രാ 5 ഉള്ള ഒരു 5 എടുത്ത് ഇവിടെ കൊടുത്തു. അപ്പൊ 30 ആയില്ലേ? അപ്പൊ ഇവര് പോയെന്ന് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. ഇനി ഒന്നും കൂടി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. എന്താണെന്ന് നോക്കാം. വേറൊരു നമ്പർ തരാം. ആദ്യം പോയ ആളുടെ ആവറേജ് 40 ആയിരുന്നു. രണ്ടാമത് പോയ ആളുടെ ആവറേജ് ഒരു 60 ആയിരുന്നു. ചുമ്മാ പറയുകയാണ്. അപ്പം ആദ്യമുള്ള ആളുടെ ആവറേജ് എക്സ്ട്രാ എത്ര കൂടിയിട്ടുണ്ട്? ഒരു 30 + 10 കൂടിയിട്ടുണ്ട്. ഇവിടെയോ പ്ലസ് ഒരു 30 കൂടിയിട്ടുണ്ട്. മൊത്തം ആവറേജ് എത്ര കൂടി? ഒരു +40 കൂടി. എങ്കിൽ ഇവരുടെ ആവറേജ് എന്ത് ചേഞ്ച് സംഭവിച്ചു എന്നറിയാൻ ബാലൻസ് ഇവിടെ എത്ര പേരുണ്ട്? 30 അല്ലേ ഉള്ളൂ. 38 അല്ലേ ഉള്ളൂ. 2 പേര് പുറത്തേക്ക് പോയില്ലേ? അപ്പൊ 40/38 എടുക്കുക. അപ്പൊ എത്ര കിട്ടും?
അപ്രോക്സിമേറ്റ്ലി 1.1 ആ റേഞ്ചിൽ പോകും. അപ്പൊ അതാണ് എന്ത് ചെയ്ത് കുറയപ്പെടേണ്ടത്. ഇത് പ്ലസ് ആണെങ്കിൽ നമുക്കിവിടെ ആൻസർ വരുമ്പോൾ എന്തെടുക്കണം, മൈനസ് എടുക്കണം. കാരണം ഇവിടെ അധികമാണ്, എക്സ്ട്രാ ഉള്ള ആൾക്കാരാണ് പുറത്തേക്ക് പോയത്. അപ്പൊ പ്ലസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ആൻസറിലേക്ക് എത്തിക്കുമ്പോൾ എന്താക്കണം, നെഗറ്റീവ് ആക്കണം, കുറയ്ക്കണം. കാരണം എന്താ, ഈ പുറത്തേക്ക് പോയവർക്കാണ് പ്ലസ് എങ്കിൽ അതിനനുസരിച്ച് അകത്തുള്ളവർ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ആ ഒരു കൺസെപ്റ്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പം -1.1, അതായത് ഈ പറയുന്നത് 30 - 1.1 ഒരു 28.9 എന്നൊക്കെ പറഞ്ഞ ആൻസർ കിട്ടും. അപ്പൊ ഇത്രയും സിമ്പിളാണ്, നമുക്ക് ജസ്റ്റ് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനേ ഉള്ളൂ. നമുക്ക് മനസ്സിലായോ? ഒന്നും കൂടി 1-2 എക്സാമ്പിൾ നോക്കാം. ഇതേ കാര്യം തന്നെ നമുക്ക് കുറച്ച് കുറവുള്ള നമ്പറാണ് പുറത്തേക്ക് പോയെങ്കിലോ, കുറച്ച് കുറവുള്ള നമ്പറാണ് പുറത്തേക്ക് പോയത്. അതായത് 30 ഇല്ലാത്ത നമ്പർ, ഒരു നമ്പർ 25 പുറത്തേക്ക് പോയി, ഒരു നമ്പർ ഒരു 10 നമ്പർ അല്ലെങ്കിൽ ഒരു 13 നമ്പർ പുറത്തേക്ക് പോയി. ഇങ്ങനെയാണ് പോയെന്ന് വിചാരിക്കാം. ഇതിപ്പോ നോക്കി, ആൾറെഡി 30യേക്കാൾ നമ്മുടെ ആവറേജ് 30 ആയിരുന്നു, ആവറേജിനേക്കാൾ ഒരു 5 നമ്പർ കുറവാണ് പുറത്തേക്ക് പോയത്. ഇവിടെയോ ആവറേജ് 30 ആയിരുന്നു, അതിനേക്കാൾ ഒരു 17 നമ്പർ കുറവുള്ള ആളാണ് പുറത്തേക്ക് പോയത്. ഇവിടെ ഒരു 17 നമ്പർ കുറവുള്ള ആളാണ് പുറത്തേക്ക്, ഇവിടെ 5 നമ്പർ കുറവുള്ള ആളാണ് പുറത്തേക്ക്. അപ്പം മൊത്തം പുറത്തേക്ക് പോയാൽ എത്ര കുറവ് വന്നു, ഒരു 17 + 5 22 നമ്പർ പുറത്തേക്ക് ഒരു കുറവ് വന്നു. അത് പുറത്തേക്ക് പോയാൽ ആൾറെഡി 22 നമ്പർ കുറവുള്ളവരാണ് പോയത്. എന്നുവെച്ചാൽ ആവറേജ് എടുക്കുമ്പോൾ അത്രയും കുറവാണ്. അപ്പൊ ഇതിന് പകരം അഡീഷണൽ ആൾക്കാർ, ഇതിനേക്കാൾ ആവറേജിനേക്കാൾ കൂടിയ ആൾക്കാർ ആരിലുണ്ട്, ഇപ്പോൾ ഉള്ളവരിലുണ്ട്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇത് കുറഞ്ഞ ആൾക്കാരല്ലേ പോയത്. അപ്പൊ ഇവരുടെ ആവറേജും 30 ആക്കാൻ വേണ്ടി ആകണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉള്ളവരിൽ ഇതിന്റെ അനുസരിച്ച് ഒരു +5 അധികമുള്ള ആളും ഒരു 70 അധികമുള്ള ആളും ഇതിനകത്ത് ഉണ്ടാവണം. അപ്പൊ ആ കുറവുള്ളവർ പുറത്തേക്ക് പോയാൽ ബാക്കിയുള്ളവർ ആവറേജിന് എന്ത് ചെയ്യണം, കൂടണം. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി തന്നേ ഉള്ളൂ. എങ്കിൽ എത്ര കൂടുതലാണെന്ന് അറിയാൻ ഇനി എന്ത് ചെയ്താൽ മതി, ഈ കുറവുള്ള 22ന്റെ മാത്രം ആവറേജ് എടുക്കുക. എത്ര ആവറേജിന് എത്ര ഡിവൈഡ് ചെയ്യണം, /2 20 അല്ല ഇവ എത്ര 40 അല്ലേ, 38 ചെയ്താൽ മതി. ഈ 30 എടുത്ത കാര്യം എന്താ, മൊത്തം 40 പേരുണ്ടായിരുന്നു, 2 പേര് പുറത്തേക്ക് പോയി, ബാക്കിയുള്ള നമ്പർ 22/38 എത്ര കിട്ടുമോ അത് പ്ലസ് ആഡ് ചെയ്യണം. എന്തിന്റെ കൂടെ, 30+ ആഡ് ചെയ്താൽ ആൻസറായി. ഇനിയിപ്പോ 2 പേരല്ല 3 പേരാണ് പുറത്തേക്ക് പോയെങ്കിലോ, ഒരു 3 പേരാണ് പുറത്തേക്ക് പോയത് എങ്കിൽ അവർ ആവറേജ് എന്ത് കിട്ടും നോക്കാം. 3 പേര് പുറത്തേക്ക് പോയി, ഒരാളുടെ നമ്പർ ഒരു 40 ആയിരുന്നു, ഒരാളുടെ 50 ആയിരുന്നു, ഒരാളുടെ 50 ആയിരുന്നു, ഒരാളുടെ 60 ആയിരുന്നു. ഇങ്ങനെ 3 പേരാണ് പുറത്തേക്ക് പോയത് എങ്കിൽ എന്തായിരിക്കും റിക്വയർഡ് ആവറേജ്. നമ്മൾ എന്ത് ഈസി ആയിട്ട്, നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, ആവറേജിനേക്കാൾ അധികം എത്ര ഉണ്ടെന്ന് മാത്രം നോക്കുന്നു. ഇത് ആവറേജിനേക്കാൾ 10 അധികമുണ്ട്, 20 അധികമുണ്ട്, 30 അധികമുണ്ട് എങ്കിൽ ഇതിന്റെ സം എടുക്കുന്നു. 10 + 20 + 30 60 കിട്ടും. ഒരു 60 അധികമുള്ള ആളാണ് പുറത്തേക്ക് പോയത്, 60 അധികമുള്ള ആളാണ് പുറത്തേക്ക് പോയത്. അപ്പൊ ഇതിനനുസരിച്ച് ഒരു 60 കുറവുണ്ട് ബാക്കിയുള്ളവർക്ക് എങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ 60 ബാക്കിയുള്ളവരുടെ ആവറേജ്. മൊത്തം 40 പേരുണ്ടായിരുന്നു, അതിൽ 3 പേര് പുറത്തേക്ക് പോയി, ബാക്കി എത്ര പേരേ ഉള്ളൂ, 37 നമ്പറേ ഉള്ളൂ. മൈനസ്, കാരണം ഇത് അധികമുള്ളവരാണ് പുറത്തേക്ക് പോയത്. അപ്പൊ അതനുസരിച്ച് ജസ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ സൈൻ റിവേഴ്സ് ഇട്ട് പഠിച്ചാലും മതി, അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ കുറയ്ക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചാലും മതി. 60/37 എടുക്കുക, അതിന് ആൻസർ അപ്രോക്സിമേറ്റ്ലി 1.7 സംതിങ് കിട്ടുമായിരിക്കും. അപ്പൊ ആ ഒരു നമ്പർ എവിടെ കുറയ്ക്കണം, അത് ഓർക്കുക, എവിടെ കുറയ്ക്കണം, 30യിൽ കുറയ്ക്കണം. 30 - 1.7 ആ റേഞ്ച് കിട്ടുമ്പോൾ നമുക്ക് ആൻസർ. അപ്പൊ ഇത്രയും ഈസിയാണ്, മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഏതൊരു നമ്പർ, 2 നമ്പർ, 3 നമ്പർ, 4 നമ്പർ പുറത്തേക്ക് പോയാലും ആ പുറത്തേക്ക് പോയവരുടെ ആവറേജ് പ്ലസ് എക്സ്ട്രാ എത്ര ഉണ്ടോ അതിന്റെ അടുത്ത് ചെയ്താലും മതി, ഈസി ആയിട്ട് കിട്ടും. നമുക്ക് അടുത്ത വീഡിയോ കാണാം.